മുസ്ലിമിന്റെ മനസ്സിലും ഒരു മുസ്ലിമിന്റെ ഇടപെടലും ഒരു മുസ്ലിമിന്റെ നിലപാടിലും എപ്പോഴും വേണ്ടത് സ്വന്തം നാടും കുടുംബവും രാജ്യവും രാഷ്ട്രവും നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള നിലപാടുകളായിരിക്കണം ഒരു മുസ്ലിം എടുക്കേണ്ടത്. ഹിജ്റ 8 റമളാൻ 20 അള്ളാന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ മക്കയിലേക്ക് തിരിച്ച് നാട്ടിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ ഒരു സമാധാനത്തിന്റെ ഒരു വർത്തമാനം കൂടി പറഞ്ഞു. ആരാണോ പള്ളിയിൽ അഭയം പ്രാപിക്കുന്നത് അവന് നിർഭയത്വമുണ്ട്. ആരാണോ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറുന്നത് അവർക്ക് നിർഭയത്വമുണ്ട്. ആരാണോ ആയുധം നിലത്തു വെക്കുന്നത് അവർക്ക് നിർഭയത്വമുണ്ട്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ആയുധവുമായി വരുന്നവരോട് മാത്രമേ അങ്ങോട്ട് യുദ്ധം ചെയ്യുള്ളൂ. ആരോടത് പറയുന്നതെന്നറിയോ? ഒരു കാലഘട്ടത്തിൽ പുറത്താക്കിയവരും കൊലപാതകം നടത്തിയവരും സ്വന്തം മക്കളെ കൊന്നവരും ആദർശത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി സ്വന്തം സ്വത്ത് അടിച്ചു മാറ്റിയവരും അവർക്ക് മുമ്പിൽ അള്ളാന്റെ റസൂല് പറയാണ്, ഇന്ന് സമാധാനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ടെന്ന്. അള്ളാന്റെ റസൂലാണ്. ഒരു നാട്ടിലും ഒരു രാഷ്ട്രത്തിലും സമാധാനാന്തരീക്ഷം നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ഇവിടെ കൂട്ടരെ അമ്നി നിലനിൽക്കാൻ, നിർഭയത്വം നിലനിൽക്കാൻ, നമ്മുടെ നാട്ടിൽ അത് ഇനിയും തുടർന്നു പോകാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 55, 56 ഇന്ന് ഖുതുബ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ വേണ്ട 2 ആയത്ത്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഫാഷിസ്റ്റ് ഭരണകൂടം വരുമോ എന്ന ഭയപ്പാടോടുകൂടി നമ്മൾ ഓരോരുത്തരും വിരൽ തുമ്പിനെ ഉപയോഗപ്പെടുത്തിയ ഈ ഒരു സമകാലിക അന്തരീക്ഷത്തിൽ നമ്മൾ വീട്ടിൽ ചെന്ന് വായിക്കേണ്ട മിനിമം മലയാള പരിഭാഷയും അമാനി മൗലവിയുടെ തഫ്സീറും എടുത്ത് വായിക്കേണ്ട 2 വാചകങ്ങൾ സൂറത്തുൻ നൂറിലെ 55-ാമത്തെ ആയത്തും 56-ാമത്തെ ആയത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യം നമുക്ക് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് അല്ലാഹ് നമ്മളോട് പറഞ്ഞു, ഈ 3 എണ്ണം നിങ്ങൾക്ക് ഞാൻ തരാം, പക്ഷെ 4 കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യണം. ഏതാണത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്. വിശ്വാസികൾക്കും ആ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും നാം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹ് വാഗ്ദാനം ചെയ്ത 3 കാര്യങ്ങൾ എന്താണെന്നോ? അല്ലാഹ് പറയുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹും. നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങളുടെ മുൻഗാമികൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ പ്രാതിനിധ്യം നൽകാം. അല്ലാഹ് വാഗ്ദാനം ചെയ്യാണ്. ഒന്ന്, ഇന്ന് നമുക്കത് തിരിച്ചറിയും എന്താണ് ഒരു നാട്ടിലെ പ്രാതിനിധ്യം എന്നുള്ളത്. ഒന്നതാണ്. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളോട് പറഞ്ഞു, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതലാ ലഹും. അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്ന നിങ്ങളുടെ മതമുണ്ടല്ലോ, ആ മതത്തിന് നിങ്ങൾക്ക് സ്വാധീനം തരാം. ആ മതത്തിന് ബാക്കിയുള്ള മതങ്ങളുടെ മേൽ നിങ്ങൾക്ക് മേൽക്കോയ്മ തരാം. ആ മതത്തിന് നിങ്ങൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം തരാം. രണ്ടാമത്തേതാ അല്ലാഹു പറഞ്ഞത്. മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ ആ ആയത്തിൽ തന്നെ ആവർത്തിച്ചു, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾക്ക് ഭയപ്പാടിന് ശേഷം നിങ്ങൾക്കൊരു നിർഭയത്വം, പേടില്ലാത്ത അവസ്ഥ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. 3 കാര്യമാണ്. നാട്ടിലെ പ്രാതിനിധ്യമാണ്, ഭൂമിയിലെ പ്രാതിനിധ്യമാണ്. രണ്ടാമത്തേത് ദീനിന്റെ സ്വാധീനമാണ്, ഇസ്ലാം മതത്തിന്റെ സ്വാധീനമാണ്. മൂന്നാമത്തേത് അല്ലാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഭയപ്പാടില്ലാത്തൊരു അന്തരീക്ഷം. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമോ, കൊല ചെയ്യപ്പെടുമോ, അതല്ലാത്ത രൂപത്തിൽ ഒഴിവാക്കപ്പെടുമോ, അരികുവൽക്കരിക്കപ്പെടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടാവില്ല. ആ രൂപത്തിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനിതാ ഓഫർ നൽകുന്നു അല്ലാഹ് പറഞ്ഞതാണ്. പക്ഷേ 4 കാര്യങ്ങൾ നമ്മൾ തിരിച്ചു ചെയ്യണം. എന്താണ് ആ 4 കാര്യങ്ങള്? ആ 4 കാര്യങ്ങൾ നമ്മളൊന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഒന്ന്, അല്ലാഹു പറഞ്ഞു, യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. യഅബുദൂനനി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കണം. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ ഒന്നും പങ്കു ചേർക്കാതെ, ശിർക്ക് ചെയ്യാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ തയ്യാറാണോ? ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം തരാം, നിങ്ങളുടെ മതത്തിന് മേൽക്കോയ്മ തരാം, നിങ്ങൾക്ക് നിർഭയത്വം തരാം. ഒന്നാമത്തെ കണ്ടീഷൻ, യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ശിർക്ക് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടാ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എന്ന് പറയുന്നത്? അള്ളാഹുവാണ് ഖാലിഖ്, സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്.
അള്ളാഹുവാണ് മാലിക്. സൃഷ്ടിച്ചു വേറെ ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ടില്ല. ഇതിനെ കൊണ്ട് നടക്കുന്നവൻ അവൻ തന്നെയാണ്. ഇതിന്റെ അധിപൻ അവൻ തന്നെയാണ്. മുദബ്ബിറും അവൻ തന്നെയാണ്. വേറെ ആരുമല്ല ഇതിന്റെ നിയന്ത്രണം നടത്തുന്നത്. അള്ളാഹു തന്നെയാണ് മുദബ്ബിറും. മാത്രമല്ല ആരാധ്യൻ ഇലാഹും അവനാണ്. മാത്രമല്ല അള്ളാഹുവാണ് അക്ബർ. അള്ളാഹുവാണ് അക്ബർ. അള്ളാഹു മാത്രമാണ് അക്ബർ. അള്ളാഹു വലിയവനാന്നല്ല പറഞ്ഞ. അള്ളാഹു വലിയവനല്ല, മറിച്ച് അള്ളാഹു ഏറ്റവും വലിയവനാണ്. അടിസ്ഥാനപരമായി നമ്മൾ കബീർ എന്നല്ല അള്ളാഹ് പറഞ്ഞത്. അള്ളാഹു കബീർ, അള്ളാഹു കബീർ, അള്ളാഹു കബീർ എന്നല്ല പള്ളി മിനാരങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അവന്റെ താഴെ വേറെ ആരുമുള്ളൂ, അവന്റെ താഴെ വേറെ ആരുമുള്ളൂ എന്ന് മനുഷ്യ മനസ്സുകളെ പഠിപ്പിക്കേണ്ട ഡ്യൂട്ടി മലയാള ഖുത്ബയിൽ കേൾക്കുന്ന നമുക്കാണെന്ന തിരിച്ചറിവും നമ്മുടെ മേൽക്കോയ്മയും തിരിച്ചറിയുന്ന ഒരു വെള്ളിയാഴ്ചയായിരിക്കണം ഇതെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അള്ളാഹു വലിയവനാണെന്നല്ല, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് കൂട്ടരെ, അള്ളാഹുവാണ് ഏറ്റവും വലിയവനായതുകൊണ്ട് അവന് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ. അറിയുമോ നിങ്ങൾക്ക്, സ്വജനപക്ഷപാതിയായ, ഏറ്റവും വലിയ അതിക്രമിയായ, ലോകം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റ് ഭരണകൂടമായ ഭരണാധികാരിയായ മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച് ആ കഥ പറഞ്ഞു തന്ന ആ കഥയിലെ ചരിത്രത്തിലെ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ സ്വജനപക്ഷപാതിയും ഏറ്റവും വലിയ ഫാഷിസ്റ്റും. അവന്റെ ചരിത്രവും അവന്റെ ആവർത്തനവും തന്നെയാണ് ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാ അള്ളാഹു കൂടുതൽ തവണ മൂസാ നബിയുടെ ചരിത്രം ഖുർആനിൽ വെച്ച് തന്നത്? അല്ലേ, ക്വിസ് മത്സരത്തിന് ചോദിച്ചാൽ ഏത് പ്രവാചകന്റെ ചരിത്രമാണ് ഖുർആനിൽ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ട കുട്ടി പോലും പറയും അതെ, അത് മൂസാ നബിയുടെ ചരിത്ര. അത്രത്തോളം നമ്മളിൽ ആഴത്തിൽ ഇറങ്ങിയ ഒരു ഉത്തരമാണത്. എന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ കൂട്ടരെ? സമകാലികാന്തരീക്ഷത്തിൽ സൂറത്തുൽ അറാഫിലൂടെ, സൂറത്തു ത്വാഹയിലൂടെ അള്ളാഹു വിശദീകരിച്ചു തരുന്ന മൂസാ നബിയുടെ ചരിത്രവും ഫറോവയുടെ ചരിത്രവും ഒരുപാട് ആവർത്തി വായിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. എന്താണ് അവൻ എടുത്ത പണിയെന്നോ? ആദ്യം എടുത്ത പണി വർഗീയതയായിരുന്നു. ഖിബ്തി വർഗമാണ് അവൻ. മൂസാ നബി ബനു ഇസ്രായേൽ വർഗത്തിൽപ്പെട്ടതും. ഈ രണ്ട് വർഗത്തെ തമ്മിൽ വർഗീയമായി ചിന്തിക്കാനും വർഗീയമായി സംസാരിക്കാനും വർഗീയമായി ഇടപാടുകൾ നടത്താനും പ്രേരിപ്പിച്ച് അവരൊരു വർഗീയവാദികളാക്കി തീർത്തു എന്നുള്ളതാണ്. രണ്ടാക്കി തിരിച്ചു കൂട്ടരെ. ആദ്യത്തെ പടി അതായിരുന്നു. പിന്നെ അവൻ എടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഉന്മൂലനമായിരുന്നു. ബനു ഇസ്രായേലുകളിൽ പെറ്റുകൂട്ടപ്പെടുന്ന പെൺകുട്ടികളും പെറ്റുകൂട്ടപ്പെടുന്ന ജനതയെ അവൻ വല്ലാതെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും, അവരുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളെ ജീവിക്കാൻ അവൻ വിട്ടു. ആൺകുട്ടികളെ കൊല ചെയ്യാൻ അവൻ ഓർഡർ ഇറക്കി. മതപരമായി ചിന്തിക്കുന്ന, മതപരമായി ഇടപെടുന്ന അവന്റെ മതത്തെ അവൻ അടിച്ചേൽപ്പിച്ചു. ഏതാ അവന്റെ മതം? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് അവൻ വാദിച്ചു. ആ മതം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അവൻ ശ്രമിച്ചു. ഇസ്ലാം വന്നപ്പോൾ ഇസ്ലാം സ്വീകരിച്ച സ്വന്തം ഭാര്യയെപ്പോലും, ആസിയ ബീവിയെപ്പോലും അടിച്ചമർത്താൻ അവൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയുള്ളവൻ ഉന്മൂലനം നടത്തണം എന്ന് ഓർഡർ ഇറങ്ങിയ കൊട്ടാരത്തിൽ നിന്ന് ഓർഡർ ഇറങ്ങിയ കൊല്ലത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സഖതർ റഅസ്, തല നിലത്തു വീഴുന്ന വർഷം എന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെടുന്ന വർഷം അതായിരുന്നു. എന്താ സംഭവിച്ചത്? ഏതൊരു കൊട്ടാരത്തിൽ നിന്നാണോ മൂസാ നബിയെ കൊല്ലണം, ആൺകുട്ടികളെ കൊല്ലണം എന്ന് പറഞ്ഞത്, അതേ കൊട്ടാരത്തിലേക്ക് അള്ളാഹ് എത്തിച്ചു. അതേ കൊട്ടാരത്തിൽ സ്വന്തം ഉമ്മയുടെ പാല് നുകർന്നുകൊണ്ട് ഫിർഔനിന്റെ ചെലവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ വളർത്തി. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. വളർത്തിക്കൊണ്ടുവന്നു. എന്താ സംഭവിച്ചത്? ആളാകും വരെ കൊട്ടാരത്തിൽ കുടിലിന്റെ പ്രതിസന്ധികളിൽ നിന്ന് മാറി അല്ലാഹു മൂസാ നബിയെ കൊല്ലണമെന്ന് ഓർഡർ ഇറങ്ങിയ, സർക്കുലർ ഇറങ്ങിയ അതേ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അതും സ്വന്തം ഉമ്മയുടെ മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് അമ്മിഞ്ഞ പാല് നുകർന്നുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നു. കാലം മുന്നോട്ട് നീങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതം വളർത്താൻ അവന്റെ ചെലവിൽ തന്നെ സാഹിറന്മാർ ഒരുമിച്ച് കൂട്ടി. ആ സാഹിറന്മാർ മുഴുവനായും
ആമന്നാ ബിറബ്ബി മൂസ വഹാറൂൻ. ഞങ്ങളിതാ ആര് ഫിർഔൻ കൊണ്ടുവന്ന, അവൻ ഓഫറുകൾ നൽകി കൊണ്ടുവന്ന അവന്റെ സ്വന്തം ആളുകളായ സാഹിറന്മാർ, ഞങ്ങളിതാ മൂസയുടെയും ഹാറൂന്റെയും പ്രവാചകന്മാരുടെ റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ ചെലവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ വളർത്തി. അല്ലാഹു അക്ബർ. കാലം പിന്നെയും മുന്നോട്ട് നീങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ വരെ ലോകത്ത് സംഭവിച്ചിട്ടില്ലാത്ത, അതിനുശേഷം ഇനി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചെങ്കടലിനെ പിളർത്തി വെച്ചു. കൂട്ടരെ, ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയോ? ഇല്ലല്ലോ. ചെങ്കടലിനെ രണ്ടാക്കി പിളർത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സംഘത്തെയും രക്ഷപ്പെടുത്തിയപ്പോൾ അതേ അള്ളാഹുവിന്റെ കഴിവിൽ അതിങ്ങോട്ട് തിരിച്ച് താഴ്ത്തിയപ്പോൾ ഫറോവയെ, ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൂട്ടരെ, പള്ളി മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിക്ക് വരേണ്ട ഒരു ചരിത്രമാണ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന ഏറ്റവും വലിയവനായ അല്ലാഹു, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, ആ പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് കുടുംബത്തിന്റെ അകത്ത് നിന്ന് പ്രതിജ്ഞ എടുക്കാൻ കഴിയണം. ഖബറിന്റെ ചാരത്ത് പോയി അവിടെ ആവലാതി പറയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് അല്ലാഹു അല്ലാത്തൊരു ആരാധനുണ്ടെന്ന വിശ്വാസം ഉയരാൻ പാടില്ല. റബ്ബിലേക്കല്ലാത്തൊരു പ്രാർത്ഥനയും ഒരു സഹായ തേട്ടവും ഒരു നേർച്ചയും ഒരു വഴിപാടുകളും നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നട്ടുപിടിപ്പിക്കലാണ് സമൂഹത്തിലും രാഷ്ട്രത്തിലും രാജ്യത്തിലും നിർഭയത്വത്തിന്റെ അടിസ്ഥാന കണ്ടീഷൻ എന്ന് അള്ളാഹു പറയണേ. അതുകൊണ്ട് ഫാസിസം അതിജയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും തൗഹീദും ശിർക്കും പറയുകയാണോ എന്ന് ചോദിക്കുന്നവർക്ക് സലാം പറഞ്ഞ് മാറ്റി നിർത്തി അതിവേഗതയിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ കണ്ടീഷൻ ഇസ്ലാം പഠിപ്പിച്ചതാണ്. രണ്ടാമത്തേത് എന്താണെന്നറിയോ? നിർഭയത്വം നിലനിൽക്കാൻ നമസ്കാരം നിലനിർത്തി എന്നാണ്. ഈ ആയത്ത് നമ്മൾ വീട്ടിൽ പോയി വായിക്കേണ്ട ആയത്ത്. നിസ്കാരം നിലനിർത്താൻ. നിസ്കാരം നിലനിർത്ത കൂട്ടരെ, നിസ്കാരം നിലനിർത്തുന്നതിലൂടെ സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുന്നുണ്ട്, നമുക്ക് ആധിപത്യം കിട്ടുന്നുണ്ട്. അല്ലേ? ഫമൻ തറക്കഹാ ഫഖദ് കഫറ. ആരെങ്കിലും ഒഴിവാക്കിയാൽ കാഫിറായി എന്നാണ്. ഒഴിവാക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. കാരണം വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന നല്ല മനുഷ്യന്മാരാണ് നമ്മൾ. എന്നാൽ ചില ആളുകൾ ഉണ്ടാവും, 5 എണ്ണം ഒന്നും ഉണ്ടാവൂല, 4 എണ്ണം 3 എണ്ണമൊക്കെ നിസ്കരിക്കുന്നവർ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവും. പ്രതിസന്ധിയാ കൂട്ടരെ, പ്രതിസന്ധിയാണ്. കുടുംബത്തിന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിനും നാടിനും പ്രതിസന്ധി. ഒന്നുകൂടി കടന്നാൽ 5 നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ സമയത്തൊന്നും ആവൂല. സുബിഹി നീക്കുമ്പോഴല്ലല്ലോ സുബിഹി. ഉറക്കുന്ന എണീക്കുമ്പോഴല്ല സുബിഹി, മറിച്ചപ്പോഴാ അള്ള വെച്ചൊരു സമയമുണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ 5 നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ സമയത്തൊന്നും ആവൂല. അത് പറ്റില്ലല്ലോ. ഇനി അടുത്ത കൂട്ടരാരാ? 5 നിസ്കരിക്കുന്നുണ്ടാവും, സമയത്ത് തന്നെയാണ്, പക്ഷെ ജമാഅത്ത് ഉണ്ടാവില്ല. അതും പറ്റില്ലല്ലോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. അതും കഴിഞ്ഞൊന്നുകൂടി ദറജ കൂടിയവരാണ്. 5 നിസ്കരിക്കുന്നുണ്ട്, 5 നേരത്ത് തന്നെയാണ്, 5നും ജമാഅത്ത് കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരക്കാർക്ക് നാശം. അവർ ഭയപ്പെടേണ്ടത് അതാണ്. 5 നേരവും ജമാഅത്തിന് വന്ന് ഇമാമിനോടൊപ്പം കൈകെട്ടി നിന്ന് നമസ്കരിക്കുന്നവർ ഭയപ്പെടേണ്ടത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ അതിൽ അശ്രദ്ധരാണ്. അപ്പോൾ അവിടെ ഖുശൂ വേണം. അപ്പോൾ ടൈലിട്ടാലും വീടിന്റെ അകം വൃത്തിയാകും, മാർബിൾ ഇട്ടാലും വീടിന്റെ അകം വൃത്തിയാകും. പക്ഷേ എന്നാലും നമുക്ക് ഓരോ സ്റ്റെപ്പ് കൂടും തോറും ഒന്നുകൂടി നന്നാക്കായിരുന്നു എന്ന് വീടെടുത്ത് 2-3 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും തോന്നും. നിസ്കാരം അതാ ഏറ്റവും ടോപ്പിന്റെ അവസ്ഥയ്ക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുക കൂട്ടരെ. അതുകൊണ്ട് നമസ്കാരം നിലനിൽക്കണം. പുതുതലമുറയുടെ ഇടയിൽ നിന്ന് നമസ്കാരത്തിന്റെ പ്രാധാന്യം പോകുന്നുണ്ട്. അള്ളാന്റെ റസൂല് മോളെ കല്യാണം കഴിച്ചു കൊടുത്ത അലിയാര് തങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് സുബഹിന്റെ സമയത്ത് നബി കുടുംബമേ നമസ്കാരം. ആര്? മോളെ കല്യാണം കഴിച്ച പുതിയാപ്പളയുടെ വീടിന്റെ മുമ്പിൽ സുബഹിക്ക് ചെന്നിട്ട് റസൂലുള്ള വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സുബഹിന്റെ സമയത്ത് വീടിന്റെ അകത്ത് കടന്നുറങ്ങുന്ന പള്ളിയിലേക്ക് വരണ്ട ഒരു പുരുഷനും ഒരു ആൺകുട്ടികളും ഉണ്ടാവാൻ പാടില്ല. ദുരിതമാണ്, ദുരന്തമാണ്.
അതുകൊണ്ട് നമസ്കാരം നാട്ടിൽ നടപ്പിലാക്കുക എന്നുള്ളത് നാടിന്റെ നിർഭയത്വമാണ്. മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കലാണ്. സക്കാത്ത് കൊടുക്കുന്നവന്റെ വൈയക്തികമായ ശുദ്ധീകരണമുണ്ട് ഒന്ന്. രണ്ടാമത്തേത് സാമൂഹികമായ വലിയൊരു ദൗത്യവും അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാത്തവർ നമസ്കാരത്തിന്റെ കൂടെ അള്ളാഹു എണ്ണിയപ്പോൾ, പഞ്ചസ്തംഭങ്ങളിൽ ഇസ്ലാം കാര്യങ്ങളിൽ അള്ളാഹു എണ്ണിയപ്പോൾ അതിന് നമ്മൾ പ്രാധാന്യം കുറക്കാൻ പാടില്ല. കൊടുക്കുന്നുണ്ടെന്ന് വരുത്താനല്ല, അളന്നു മുറിച്ചു കൊടുക്കാനാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞത്. മൂന്നാമത്തെ കണ്ടീഷൻ അതാ. നാലാമത്തേത് റസൂൽ, പ്രവാചകൻ അനുസരിക്കണം. പ്രവാചകനെ അനുസരിക്കണം. നാട്ടിൽ നിർഭയത്വം ഉണ്ടാകാനും നാട്ടിൽ സമാധാനം ഉണ്ടാകാനും OBC എന്ന തലത്തിൽ നമ്മൾ ഉയർന്നു വരാനും നമുക്ക് വേണ്ടത് അതെ അള്ളാന്റെ റസൂലിനെ അനുസരിക്കലാണ്. ഇല്ലേ, OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നപ്പ നമ്മളെ പേര് അല്ല കൂട്ടരെ. നമ്മൾ മുൻഗണനാക്രമത്തിൽ ഒന്നാമതെത്തണം. തമാശയാണെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ പറയാറുണ്ട്. ശരി, എങ്കിൽ റസൂൽ, പ്രവാചകനെ അനുസരിക്കണം. വ്യക്തിപരമായി, കുടുംബപരമായി, അതുപോലെ തന്നെ ധനസമ്പാദനത്തിലും ധനവിനിയോഗത്തിലും, വിവാഹ ചടങ്ങുകളിലും, വസ്ത്രത്തിലും, സംസാരത്തിലും, സംസ്കാരത്തിലും, സ്വഭാവത്തിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ അനുസരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശ്വാസരംഗത്തും അനുഷ്ഠാന രംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും കഴിയണം. ഫഅഫു അൻഹും, അല്ലാഹുവിന്റെ പൊതുവായൊരു കൽപ്പനയാണ്. നിങ്ങൾ വിട്ടുകൊടുക്കണം. സൂറത്തു ആല ഇംറാനിലെ 159 ദീർഘമായ ഒരു ആയത്തിന്റെ ഒരു കഷ്ണമാണ്. പൊതുവായ ഒരു കൽപ്പനയാണ്. നിങ്ങൾ വിട്ടുകൊടുക്കണം, വിട്ടുവീഴ്ച കൊടുക്കുക, പിന്നെ പുറത്തു കൊടുക്കുക. എല്ലാവർക്കും പാടുള്ള ഒരു കൽപ്പനയാണ്. പക്ഷെ ഇത് ആദ്യം ഇറങ്ങുന്ന അള്ളാന്റെ റസൂലിനാണല്ലോ. ഇത് ഇറങ്ങുന്നതിന് ഒരു പശ്ചാത്തലം എന്താണെന്നറിയോ? ഇറങ്ങുന്നതിന് പശ്ചാത്തലം ഉഹുദ് യുദ്ധം അവസാനിച്ചപ്പോഴാണ് അത് ഇറങ്ങുന്നത്. ഉഹുദ് യുദ്ധം നമ്മളെ മനസ്സിലേക്ക് വന്നില്ല അത് പറഞ്ഞപ്പോ അല്ലേ? 70 ഷഹീദുകൾ ഉണ്ടായി, പരാജയമായിരുന്നു ഉഹദ്. ഹംസാ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പിതൃവ്യനടക്കം ഹംസാ റളിയല്ലാഹു അടക്കം മരണപ്പെട്ട പുതുമണവാളൻ ഹൻദല റളിയല്ലാഹു അൻഹു പോലും ഷഹീദായ, മിസ്അബ് ഇബ്നു ഉമൈർ എന്ന സുന്ദരൻ മരിച്ച് അതിനുശേഷം കഫം പുടവ പോലും ഇല്ലാത്ത യുദ്ധം, വല്ലാത്ത ദുരന്തപൂർണമായിരുന്നു. അതിനൊരു കാരണക്കാരുണ്ടായിരുന്നു. മലയുടെ മുകളിൽ നിർത്തിയ അമ്പെയ്ത്തുകാരായിരുന്നു. അവർക്ക് പെർമിഷൻ കിട്ടാതെ അവരിങ്ങോട്ട് ഇറങ്ങി താഴത്തേക്ക്. അതായിരുന്നു യുദ്ധത്തിന്റെ പരാജയ കാരണം. 70 ഷഹീദുകൾ ഉണ്ടാകാൻ അതായിരുന്നു കാരണം. എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദുരന്തം സംഭവിച്ചു ഉഹദിൽ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, ഫഅഫു അന്നു നബി, അവർക്ക് പുറത്തു കൊടുക്കണം. ഹംസ കൊല ചെയ്യപ്പെടാൻ കാരണമായ, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടാൻ കാരണമായ, പുതുമണവാട്ടി കാത്തിരിക്കുന്ന പുതുമണവാളൻ ഹൻദല റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ കാരണമായ അങ്ങനത്തെ 70 സ്വഹാബികൾ കൊല ചെയ്യപ്പെട്ട ശുഹദാക്കളായ ആ യുദ്ധത്തിന് കാരണക്കാരായ 19ഓളം വരുന്ന സ്വഹാബികൾക്ക് നബിയെ നിങ്ങളൊന്ന് പുറത്തു കൊടുക്കുന്നു. അതിനേക്കാൾ വലിയൊരു അപരാധം നമ്മളെ ഭാര്യ നമ്മളോട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, നമ്മുടെ കുട്ടികൾ നമ്മളോട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, നമ്മുടെ പാർട്ട്ണർമാർ നമ്മളോട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്ന ഒരാളും അത് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താ നമുക്ക് വിട്ടുവീഴ്ച നൽകാൻ? അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം. നാലാമത്തെ കണ്ടീഷനാണ്. അതുകൊണ്ട് കൂട്ടരെ, അള്ളാഹ്ക്ക് മാത്രം ആരാധന, നമസ്കാരം നിലനിർത്തല്, സക്കാത്ത് കൊടുക്കല്, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കല്. എങ്കിൽ നിങ്ങൾക്ക് നിർഭയത്വം തരാം, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ആധിപത്യം തരാം, നിങ്ങൾക്ക് മതത്തിന്റെ സ്വാധീനം തരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് നാടിന് സംരക്ഷണം വാങ്ങാൻ തൗഫീഖ് ലഭിച്ച ആളുകളെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.